ഗൈസ്, നമ്മളിന്ന് ടൂർ ഞാനും അമ്മയും ടൂർ പോകാൻ ഗൈസ്. എവിടെയായിരുന്നു? കൊടൈക്കനാൽ നമ്മൾ പോകാൻ ഗൈസ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊടൈക്കനാൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിലെത്തി. അവിടെ നമ്മൾ റൂമിലെത്തിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് അടുത്ത് ഫുഡ് കഴിച്ചിട്ടൊക്കെ നമ്മളടുത്ത് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോവുകയാണ്. मलंग सी रातें सुरंग सी बागी उड़ान पे ही ना जाने क्यों इलाही मेरा जी आए आए इलाही मेरा जी आए आए कल पे सवाल है जीना फिलहाल है खाना बदोशियों पे ही जाने क्यों इलाही मेरा जी आए आए इलाही मेरा जी आए आए നമ്മളിപ്പോൾ നിൽക്കുന്നത് കാണുന്നുണ്ടെന്ന് അറിയില്ല. കോടയാണ് ഗൈസ്. അത് മാത്രമല്ല ഫുള്ളി നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമ്മൾ മാത്രം നമ്മളൊരു ട്രാവലറിൽ 10-8 പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 2 മാത്രമാണ് ഇവിടെ എൻജോയ് ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ, അവർക്ക് സ്ട്രെങ്ത് ഇല്ല, നമുക്ക് ഇവിടെ സ്ട്രെങ്ത് ഉണ്ടായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഞങ്ങളുടെ ഫോട്ടോ. നമുക്കൊരു ഐഫോൺ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങ് കിടുക്കിയാണ്. പക്ഷെ നമ്മൾ ഉള്ള ഫോൺ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യൂല. ഉള്ള ഫോൺ വെച്ച് നമ്മൾ എന്തെങ്കിലും നമ്മളെ കൂടെ ആരും ഇല്ല ഗൈസ്. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും വിചാരിക്കും മട്ടാണ്, ചെറിയ തലയ്ക്ക് ഒരു സ്ക്രൂ ലൂസ് ആയിട്ട് ഇരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. എപ്പോഴെല്ലാം കാണാം. അടുത്ത ഞങ്ങൾ നെക്സ്റ്റ് സ്ഥലത്ത് എവിടെയായിരുന്നു? നമ്മൾ ഇതുവരെ തേനി വഴി പോയി കമ്പം വഴി കറങ്ങി നമ്മൾ വീട്ടിൽ പോകും എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ വഴി പോകുന്നാണ്, അവിടെ ഇറങ്ങുന്നു പറഞ്ഞിട്ടില്ല. ഇറങ്ങുവാണെങ്കിൽ അടുത്തൊരു വ്ലോഗ് ആണ്. ഓഫ് കോഴ്സ്. ഓക്കെ ബൈ ബൈ. സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മൾ നല്ല ഈസ്റ്റ് പിക്സ് എടുക്കാൻ പോവുകയാണ്. എല്ലാം കേൾക്കും. ഞങ്ങളുടെ കഴിവേറുകളാണ്.
18-ാം പടി. നമുക്ക് ശബരിമല പോകാൻ പറ്റില്ലെങ്കിൽ എന്താ, ആരോഗ്യം കൂടെ വേണം. എന്തെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം നമ്മൾ സൂയിസൈഡ് ചെയ്യുമെന്ന് മേടിച്ചു. സൂയിസൈഡ് ചെയ്യില്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് കഴിപ്പ് പിടിച്ച പരിപാടികളൊന്നും നമ്മുടേതായിട്ടുള്ള എൻജോയ് ചെയ്യാൻ പോകും. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് സൂയിസൈഡ് എന്തിനടി ആ സൈഡിൽ കൂടെ കൈ. ഇത്രേ ഉള്ളൂ സൂയിസൈഡ് പോയിന്റ്. നമ്മൾ നെക്സ്റ്റ് ജേർണി ഇൻ പൈൻ ഫോറസ്റ്റ്. കുറേ കറങ്ങന്മാരുണ്ട്. ഫസ്റ്റ് തന്നെ വന്നത് കറങ്ങനാണ്. കണ്ടു ഗൈസ്, കുരങ്ങനെ കണ്ടു ഗൈസ്. ഓടുന്നു, തൊട്ട് കളിക്കുന്നു, ഇവിടെ കൊച്ചിങ്ങനും എല്ലാം നിൽപ്പുണ്ട്. അമ്മയും കുട്ടിയും ഞങ്ങളുടെ അടുത്ത് ഗൈസ് നമുക്ക് ആരും പോകാത്ത വഴിയുള്ളൂ. ഇവിടെ ഒരു ഭ്രാന്തിയെ പോലെ നമ്മൾ സോറി ഒരു ഭ്രാന്തി. കൈവണങ്ങാനരേ ഉള്ളിലാടും അഗ്നി പോലെ വെട്ടമുണ്ടോ വേറെ ഉടക്കമായൊരുക്കമായി പടക്കളം പിടിക്കണം ഉരുക്കുകൾ അഴിക്കണം ജപിക്കണം ജയിക്കണം മുന്നാലെ പോന്നിടാം യാമങ്ങൾ നീങ്ങുമ്പോൾ ഹോമങ്ങൾ നീളുമ്പോൾ കർമ്മങ്ങൾ നെയ്യുമ്പോൾ നീ നിന്നിൽ തന്നെ നിന്നെ തന്നെ വെള്ളാരത്താരം തേവാരം നോർക്കുന്നേ നാട്ടുമ്പിൽ മന്ത്രം മന്ത്രം ചൊല്ലിപ്പോക്കുന്നീടത്ത് വന്നു, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ സ്കോഡ അപ്പുറത്ത് നോക്കിയാൽ പറ്റും. പതിവുകളായെന്നും പ്രഭാതങ്ങൾ നിൻ ചുവടുകളെ തുടരും നേരം ചെറിയൊരു കൈത്തലോടൽ പോലെ നടന്നു നീങ്ങുന്നു നീ അങ്ങനെ
കൊടൈക്കനാൽ ഡേയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഈവനിങ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഷോപ്പിങ്ങിനിടയിൽ തന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറി. ഹോട്ടലൊക്കെ അടിപൊളിയാണ് ഗൈസ്. പക്ഷേ ഇവിടുത്തെ ഫുഡിൻ്റെ വില ഒരു ചായക്ക് 50 രൂപ, ഒരു വടയ്ക്ക് 50 രൂപ ഗൈസ്. ഞാൻ അതിട്ടാണ് 50 രൂപയുടെ ചായയൊക്കെ കഴിക്കുന്നത്. എനിവേ നമ്മളിത് കഴിച്ച് ഞങ്ങൾ ഈ കൊടൈക്കനാൽ ഈ കൊടും തണുപ്പിനിടയിൽ നമുക്ക് ആശ്വാസം ഈ ഹോട്ടലിൽ ഒരു ചൂടുവെള്ളം കിട്ടുമായിരുന്നു ഗൈസ്. കൈയൊക്കെ കഴിയാൻ ചൂടുവെള്ളത്തിൽ സ്വർഗ്ഗമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഷോപ്പിംഗ് നടത്തി. അതിനുശേഷം ലേക്കിൻ്റെ അവിടെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അടുത്ത് തന്നെയായിരുന്നു ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. എല്ലാം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഉള്ള ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് രാവിലെ എണീക്കണമായിരുന്നു. നമ്മൾ രാവിലെ തിരിക്കുകയാണ് ഇവിടുന്ന് നേരെ കമ്പം തേനി വഴി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് പേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അടുത്ത തേനിയിൽ മുന്തിരിപ്പാടം ഗ്രേപ്സ് ഗാർഡൻ കാണാനാണ് പോകുന്നത്. അതിന് ശേഷം നമ്മൾ കുറേ സ്പോട്ടിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ നിന്നും ബൈ പറയുകയാണ് ഗൈസ്. കൊടൈക്കനാൽ ജസ്റ്റ് അമേസിങ് പ്ലേസ്. ഇതൊക്കെ കോൾഡൊക്കെ സർവേ ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ലൊരു സ്പോട്ടാണെന്ന് ഞാൻ പറയും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ബൈ പറയുകയാണ് ഗൈസ്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാം. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കുറച്ചൊന്ന് വരണം ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇവിടുത്തെ വെള്ളം ജസ്റ്റ് തൊട്ടതന്നെ നമ്മളങ്ങ് മരവിച്ചമ്പോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടുത്തെ ജസ്റ്റ് അടുക്കളയ്ക്കൊന്ന് കാണാൻ വന്ന്. ഇവിടുത്തെ ഫുഡും ഹൈജീനും ഒക്കെ അടിപൊളിയാണ് ഗൈസ്. അത് അതിനേക്കാൾ വേണ്ടി നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് ഗൈസ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് എല്ലാം കണ്ട് കൊടൈക്കനാലിൽ നിന്ന് ബൈ പറയുവാണ്. മുന്തിരിപ്പൂവോ എന്തിനാണോ എന്നിലെന്നാകെ പൂവിടും പോലെ അമ്പിളിപ്പൂവോ പുഞ്ചിരിച്ചേനോ വന്നിതാ ചാരേ കണ്ടതാണേ ഞാൻ അഴകാകാശത്താരങ്ങൾ പോലെ പല കുറി കണ്ടേ അറിഞ്ഞതാ വെടികളിലാകെ നിറഞ്ഞതാ കളിയാക്കല്ലേ. പതിവുകളായെന്നും പ്രഭാതങ്ങൾ നിൻ ചുവടുകളെ തുടരും നേരവും ചെറിയൊരു കൈത്തലോടൽ പോലവേ നടന്നു നീങ്ങും. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടം കണ്ടതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങി. അവിടെ നിന്ന് ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് തേയിലത്തോട്ടം കാണുകയാണ്. തേയിലെന്ന് കരടി എസ്റ്റേറ്റ് എന്ന സ്ഥലത്ത് തേയിലത്തോട്ടം. അവിടെ പലതരം തേയിലകളുണ്ട് ഗൈസ്. നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. പലതരം വെറൈറ്റി പേരുകളിലാണ് തേയിലയൊക്കെ ഉള്ളത്. മൊത്തം വൈബായേ നിൻചിരിയാലേ മൊത്തം വൈബായേ. അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് പരുന്തുംപാറ. വന്നത് പരുന്തുംപാറയിലാണ്. അത് പരുന്തുംപാറ എന്തായാലും പാറയാണ്. അപ്പം അവിടെ നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ഓഫ് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പോയിന്റ്, നമ്മൾ ലാസ്റ്റ് കാണാൻ വന്ന ലാസ്റ്റ് സ്പോട്ട് നമ്മുടെ ഇതാണ് ഗൈസ്. അങ്ങനെ
എന്താ നമ്മൾ അടിപൊളിയായിട്ട് ഈ ട്രിപ്പ് എൻജോയ് ചെയ്തു. നല്ല ഡേ ആയിരുന്നു. ഈ 2 ദിവസം അടിപൊളി ദിവസമായിരുന്നു. എന്താ നമ്മുടെ കൂടെ വരുന്നവർ അതുപോലൊരു വൈബുള്ളവരാണെങ്കിൽ സെറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ നമ്മളിങ്ങനെ കുറേ മലയൊക്കെ ഇറങ്ങി നമ്മൾ ഒരുപാട് നേരം അവിടെ നമ്മൾ ഇരുന്നു, കാഴ്ചകളൊക്കെ കണ്ടു, സൺസെറ്റൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബസ്സിൽ കയറി. ഇതായിരുന്നു ഗൈസ് നമ്മുടെ അടിപൊളി ടൂർ, കൊടൈക്കനാൽ തേനി കമ്പം ടൂർ. ആകാശം പോലത്തെ ഞങ്ങളിപ്പോൾ ഏതോ മലയുടെ മണ്ടയിലാണ്, വീട്ടുകാരുമില്ല. അവരുടെ ടൂറാണ്, പക്ഷേ നമ്മൾ എൻജോയ് ചെയ്യാൻ നമ്മൾ തന്നെ ഇങ്ങറ്റം വരാണ്ട് ഇവിടെ വരെ വന്നു. കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ അങ്ങെത്തും, എഡ്ജിലെത്തും. പക്ഷെ ഞങ്ങൾ പോകുന്നില്ല, പേടിയൊന്നും കൊണ്ടല്ല, എന്നാ വെറുതെ കയറി വരണ്ടേ നമ്മൾ തന്നെ. അതെ. സോ ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇവിടെ വാങ്ങാൻ പോവുകയാണ്. സോ ഗൈസ് ബൈ. ഈ നാട് ചുറ്റും ചൂളക്കാറ്റെ ഉള്ളിൻ വാതിൽ തള്ളിപ്പോന്നേ തെന്നി തെന്നി പാറിപ്പോകാനായി. ഈ പൂനിലാവും വെയിലും മഞ്ഞും മന്ദിച്ചൊപ്പും പൂവും കുന്നും കാണുവാനായി ഒന്നിച്ചോടാൻ വാ. ഓ നേരം പോവണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോ. ഓ നേരം പോവണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോ. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ അമ്മയുടെ ഓഫീസിൽ നിന്നാണ് നമ്മൾ ടൂർ പോയത്. അപ്പം അവിടെ എത്തി, നമ്മളവിടെ എത്തി. അങ്ങനെ 1 മണിയൊക്കെ ആയി. അപ്പോഴത്തേക്കും നമ്മൾ ഓഫീസിലെത്തി. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആൻറ്റീൻ്റെ ഹസ്ബൻഡ്, അപ്പോൾ അവർ ഞങ്ങളത് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ആൻറ്റി ഹസ്ബൻഡ് ഞങ്ങളുടെ ഹോട്ടലാണ്, അപ്പോൾ ഞങ്ങളെ വീട്ടിൽ വരെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ശിവരാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ശിവരാത്രി ലൈറ്റൊക്കെയാണ്. നമ്മുടെ അവിടുത്തെ അമ്പലത്തിലൊക്കെ ശിവക്ഷേത്രത്തിലൊക്കെ ഭയങ്കര ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ടൂറൊക്കെ ആയിരുന്നു, എൻജോയ് ചെയ്തു. അങ്ങനെ ട്രിപ്പ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.